ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യായ യോഗാധ്യക്ഷ, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെ കരുത്തുറ്റ പ്രസിഡന്റ് കെ സുഹ്റ ടീച്ചർ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാന്യനായ അമീർ ജനാബ് ടി ആരിഫ് അലി സാഹിബ്, ബഹുമാന്യരായ വേദിയിലെ ജമാഅത്തെ ഇസ്ലാം വനിതാ വിഭാഗത്തിൻ്റെ നാഷണൽ ഓർഗനൈസർ, ഇതര സംസ്ഥാനങ്ങളിലെ ഘടകത്തിൻ്റെ കരുത്തുറ്റ പ്രസിഡന്റുമാരെ, കേരള ഘടകം ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കർമ്മോത്സുകരായ നേതാക്കന്മാരെ, GIA കരുത്തുറ്റ നേതാക്കന്മാരെ, എല്ലാറ്റിലേക്കാളും ഉപരി ഇന്ന് ഈ ഭാരതപ്പുഴയുടെ മണലാരണ്യത്തിൽ തടിച്ചു കൂടിയിരിക്കുന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, ഈ സമ്മേളനം വിജയമാക്കി തീർക്കുവാൻ എൻ്റെ സഹോദരിമാർക്ക് അണിയറയിൽ നിന്നുകൊണ്ട് കരുത്തു പകർന്ന സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, ശുക്ർ. സർവശക്തനായ അള്ളാഹുവിന് ആദ്യം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഈ മഹത്തായ സമ്മേളനത്തിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് എന്നെ അനുഗ്രഹിച്ച സർവശക്തന് സ്തുതി പറയുന്നതോടൊപ്പം തന്നെ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. സാമൂഹിക വിപ്ലവത്തിന് സ്ത്രീ ശക്തി എന്ന പ്രമേയവുമായി ഇവിടെ മഹത്തായ സമ്മേളനം നടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും സർവശക്തനായ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്നവർ എന്ന് സൂറത്തുൽ അൽ ബഖറയിലെ 44-ാം ആയത്ത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ആ ആയത്ത് ഞാൻ എന്നോട് തന്നെ ഓതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കട്ടെ. ഇന്ന് സ്ത്രീ സമൂഹം ഒരുപാട് പീഡനങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് ഉദ്ഘാടക പ്രാസംഗികയായ ഇയോൺ റെഡ്ലിയും അധ്യക്ഷയും വിഷയാവതാരകയും ഒക്കെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതചര്യക്ക് 7-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ഖുർആനിലൂടെയും അന്ത്യപ്രവാചകനിലൂടെയും നമുക്കൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ടും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീ ഇന്ത്യക്കകത്തും പുറത്തും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും അർത്ഥവത്തായി നടത്തുന്ന ഈ സമ്മേളനത്തിലൂടെ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതത്വം നേടിയെടുക്കുന്നതിനും സമൂഹത്തിൽ വളർന്നു വരുന്ന അധാർമികതയും അനാചാരങ്ങളും തൂത്തെറിയുന്നതിനുമുള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ ദൃക്സാക്ഷിയാണ് എൻ്റെ മുന്നിൽ അണിനിരക്കുന്ന ഈ കടൽ പോലെയുള്ള ജനക്കൂട്ടം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഒത്തുപിടിച്ചാൽ, ഒന്നിച്ചെടുത്താൽ നമ്മുടെ സഹോദരിമാർ നേരിടുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും കണ്ണീരുകൾക്കും ഒരു കൈ താങ്ങായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ കണ്ണീരൊപ്പുവാൻ നമുക്ക് സാധിക്കണം. സ്ത്രീ ശക്തി ഉപയോഗിക്കുന്നത് സാമൂഹിക വിപ്ലവത്തിനാണ്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് വിശേഷിപ്പിക്കുന്ന കുടുംബം ഉത്ഭവിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഗൃഹത്തിൽ നിന്നാകട്ടെ വിപ്ലവം തുടങ്ങേണ്ടത്. ഇന്ന് സ്ത്രീ ഗൃഹത്തിലും സുരക്ഷിതയല്ല എന്നാണ്
ഈ അടുത്ത കാലത്ത് നടന്ന നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് ബോധ്യമാവുന്നത്. ഇന്ത്യയിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ വളരെ സ്വാഗതത്തോടുകൂടി കൈനീട്ടി സ്വീകരിച്ച ഒരു നിയമനിർമ്മാണമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരികളെ, ആ നിയമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ സ്ത്രീ വീട്ടിലും സുരക്ഷിതയല്ല എന്നുള്ള സ്ഥിതിവിശേഷം എങ്ങനെ വന്നു? സ്ത്രീ വീട്ടിലും സുരക്ഷിതയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഗാർഹിക പീഡന നിരോധന നിയമം എന്നൊരു നിയമം ഇന്ത്യൻ പാർലമെന്റിന് ഉണ്ടാക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നാം ജനിച്ച് വളർന്ന് വലുതായി മരണമടയുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് റോളുകൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു. മകളായി, ഭാര്യയായി, ഉമ്മയായി, ഉമ്മമ്മയായി, അമ്മായിയമ്മയായി, അങ്ങനെ ഈ നേരിടുന്ന ഓരോരോ റോളുകളിലും നമ്മുടെ പങ്ക് എന്ത് എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന സത്യത്തെ കണ്ണടച്ച് നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് എൻ്റെ ദിനങ്ങളിൽ ഓരോരോ ദിനവും ചുരുങ്ങിയത് പൊട്ടിത്തകർന്ന കുടുംബങ്ങളുമായി എന്നെ തേടി എത്തുന്ന സഹോദരിമാരാണ് എനിക്കുള്ളത്. ഇന്ത്യയിൽ നിയമം മൂലം 1961 സ്ത്രീധനം നിരോധിച്ചു. പരിശുദ്ധ ഖുർആനിലും അന്ത്യപ്രവാചകനിലൂടെയും ഇസ്ലാമിൽ സ്ത്രീധനം നിഷിദ്ധമാക്കപ്പെട്ടു. എന്നിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ കണ്ണീർ കുടിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള സത്യം നമുക്ക് മറന്നുകൂടാ. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് വിവാഹപ്രായം കടന്നു നിൽക്കുന്ന ഒരുപാട് സഹോദരിമാർ നമുക്ക് ചുറ്റുമുള്ളത് നമുക്ക് മറച്ചു വെക്കുവാൻ സാധിക്കുകയില്ല. ഇത്തരം ദുരാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും പിഴുതെറിയുക എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ സഫാ നഗറിൽ നിന്നും പിരിയേണ്ടത്. എൻ്റെ മകനെ കെട്ടിക്കുമ്പോൾ ഞാൻ സ്ത്രീധനം ചോദിക്കുകയില്ല, വാങ്ങുകയില്ല, സ്വീകരിക്കുകയില്ല എന്നും എൻ്റെ മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ സ്ത്രീധനം കൊടുക്കുകയില്ല എന്നും മനസ്സിൽ തീർപ്പ് എടുത്തുകൊണ്ടായിരിക്കണം ഈ സമ്മേളനത്തിൽ നമ്മൾ തിരിച്ചു പോകേണ്ടത്. സമ്മേളനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നടത്തുന്നു. ആ സമ്മേളനങ്ങളിലൂടെ ഒരുപാട് നല്ല നല്ല മൂല്യങ്ങൾ നമുക്ക് കൈമാറേണ്ടതുണ്ട്. ഇന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥിതിയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റം സമൂഹത്തിൽ പല ധാർമ്മിക മൂല്യങ്ങളും നമുക്ക് കൈമോശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യുഗം, ഈ നൂറ്റാണ്ട് വേഗതയേറിയ ഒരു യുഗമാണ്. വേഗതയാണ് ഈ യുഗത്തിന്റെ മുഖമുദ്ര. ശാസ്ത്ര സാങ്കേതിക രംഗം കുതിച്ചുയരുന്നു. ഇന്ന് തന്നെ അതിനുള്ളൊരു സാക്ഷ്യം നമ്മൾ വഹിക്കേണ്ടി വന്നു. ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്നുകൊണ്ട് ബഹുമാന്യായ ഉദ്ഘാടക നമുക്ക് വേണ്ടി നമ്മുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ സ്വരങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗം കുതിച്ചുയരുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ സങ്കുചിത മനോഭാവം വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വർഗപ്രാപ്തിക്കുള്ള 2 മാർഗങ്ങളാണെന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികളായ നാം സത്യവിശ്വാസവും സൽക്കർമ്മവും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമ്മൾ മുന്നോട്ട് വരണം. സൽക്കർമ്മങ്ങളില്ലാത്ത സത്യവിശ്വാസം കായ്കനികളില്ലാത്ത വൃക്ഷത്തൈ പോലെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത്തരം സൽക്കർമ്മങ്ങൾ വേണ്ടി ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുവാൻ നമ്മളെല്ലാവരും സത്യസന്ധമായി ആത്മാർത്ഥമായി മുന്നോട്ട് വരണം. നമുക്കറിയാം,